ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായുള്ള ഗോത്ര കലാമേളയിൽ കാസർഗോഡ് ജില്ലയുടെ തനത് കലാരൂപമായ മംഗലം കളിയും അരങ്ങേറും. അമ്പലത്തറ 3-ാം മൈൽ മുണ്ടോട്ടൂരിലെ കലാകാരന്മാരാണ് 6 മുതൽ നടക്കുന്ന ഗോത്ര കലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കാസർകോട്ടെ ഈ കലാകാരന്മാർ. കാസർഗോഡ് ജില്ലയുടെ തനത് കലാരൂപമായ മംഗലം കളിയാണ് കുംഭമേളയിൽ അരങ്ങേറുന്നത്. അമ്പലത്തറ 3-ാം മൈൽ മുണ്ടോട്ടൂരിലെ കലാകാരന്മാരാണ് ഫെബ്രുവരി 6 മുതൽ നടക്കുന്ന ഗോത്രകലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും കുംഭമേളയിലേക്ക് പുറപ്പെടുന്ന മംഗലം കളി ടീം 3-ാം മൈൽ ദേശത്തെ മുണ്ടോട്ട് ഊരിലെ 15ഓളം പേരടങ്ങുന്ന സംഘമാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അവിടെ കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി, അതോടൊപ്പം തന്നെ ആ മഹാകുംഭമേളയിലെ പുണ്യസ്ഥാനം കൂടി അവർക്ക് വളരെയേറെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ഊരിലെ പക്കീരനാണ് മംഗലം കളി പരിശീലിപ്പിക്കുന്നത്. മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു സംഗീത നൃത്തരൂപമാണ് മംഗലം കളി. സ്ത്രീ പുരുഷന്മാർ പാട്ടിന്റെയും തുടിയുടെയും താളത്തിനൊത്ത് നൃത്തം വെക്കുന്ന മംഗലം കളിയുടെ വാദ്യസംഘത്തിൽ പൊതുവെ തുടിയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മംഗലം കളി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണിവർ. എത്രയും വേഗം ആ പുണ്യഭൂമിയിൽ എത്തണം, മംഗലം കളി അവതരിപ്പിക്കണം, അതുമാത്രമാണ് ഇവരുടെ ഇപ്പോഴത്തെ ചിന്ത. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 756 ഗോത്ര സമുദായങ്ങളിലെ 125ഓളം ഗോത്രകലകൾ മേളയുടെ ഭാഗമാകും. ജനം, കോഴിക്കോട്.